ഹായ് ഫ്രണ്ട്സ്, RB വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒരു കിടിലം വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ അവിടെ എത്തിയിട്ട് വെറും 4 സെൻറ്റ് സ്ഥലത്താണ് ഇത്രയും നല്ല സൗകര്യത്തോടു കൂടി ഒരു കിടിലം വീട് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീടിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ നല്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ എന്നാൽ അകത്തോട്ട് പോയി നോക്കാം. എന്നാൽ വരി നമ്മൾ പോയി നോക്കാം. അടിപൊളി ചെയറുതാ മുന്നിൽ തന്നെ സെറ്റായിരിക്കുന്നുണ്ട്. മാഷാ അള്ളാ എന്നുള്ള പ്രകാശം ആ തിളങ്ങി നിൽക്കുമ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുമ്പോണ്ടല്ലോ വേറൊരു രംഗാട്ടോ. അടിപൊളി ഞങ്ങൾ നല്ല അടിപൊളി ഒരു ഫർണിച്ചർ കഴിഞ്ഞാൽ നല്ലൊരു ഡോർ. ഇത് നേരെ തുറന്നിട്ട് നേരെ ലിവിങ് റൂമിലേക്ക് ഇങ്ങോട്ട് വരിക. ഇവിടെ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ച ഒരു സോഫ സെറ്റ് കണ്ടില്ല നിങ്ങൾ. ടീ പോയി ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഗസ്റ്റുകൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഒരു സോഫ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാളിൽ നല്ല അടിപൊളി ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ. പേർക്ക് മനോഹരമായിരുന്ന് നല്ല കഥകൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ടേബിളാണ് ഇതുണ്ടെങ്കിൽ. അതേപോലെ തന്നെ വയറിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് തന്നെ വയറിങ്ങിൻ്റെ പണിയൊക്കെ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. വയറിങ്ങിൻ്റെ പണിയെടുത്ത ആൾ മുനീർ വട്ടത്തൂരാണ്. അടിപൊളി വർക്ക് തന്നെയാണ്. കൃത്യനിഷ്ഠതയുള്ള പണിയക്കാരനാണ്. നല്ലൊരു ഡൈനിങ്ങളിൽ വെക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡ്. ഇത് നമ്മളെ ഇങ്ങനത്തെ ഓരോ ബോർഡുകൾ വെക്കുക. ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് നേരെ ബെഡ്റൂമിലേക്കാട്ടോ പോകാനുള്ളത്. ബെഡ്റൂമിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല വിശാലതയുള്ള നല്ലൊരു റൂമാട്ടോ. അടിപൊളി ഒരു റൂമാണ്. വലിയൊരു കട്ടിലിട്ടിട്ട് തന്നെ നല്ല സ്പേസുകളുണ്ട്. അടിപൊളി ഓരോ അൾമറകൾ ഓരോരോ ഭാഗത്ത് സെറ്റാക്കിയിട്ടുമുണ്ട്. അടിപൊളി അൾമറ ഉണ്ട് നിങ്ങൾ. ഓരോ റൂമിലേക്ക് പറ്റിയ അൾമറയും. പിന്നെന്ന് വെച്ചാൽ കർട്ടൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഓരോ പുതിയ ഇപ്പോഴത്തെ മോഡലിൽ ഒരു അടിപൊളി ഓരോ കർട്ടനും. ഈ കർട്ടൻ ഡിസൈൻ ചെയ്തത് നമ്മളെ നൂർ ഡിക്കോർ കർട്ടൻ ആൻഡ് വാൾപേപ്പർ ആട്ടോ. ഇവരെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ വർക്ക്. ഏത് ഐറ്റം കർട്ടനുകളും ഇവർ ഫിറ്റ് ചെയ്യും. അടിയിൽ കർട്ടൻ അങ്ങോട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കാൻ വേറൊരു റാഹത്ത് തന്നെ കേട്ടോ. നല്ല പ്രകാശം, അടിപൊളി നല്ല റോഡ്. ഏതായാലും ഈ കർട്ടൻ നേരെ പൊന്തിക്കുക, അതേപോലെ തന്നെ താഴോട്ട് ഇറക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റിലെ കയറങ്ങ് വലിച്ചു കൊടുത്താൽ നേരെ താഴോട്ട് അങ്ങനെ വരും. അടിപൊളി ഒരു കർട്ടൻ തന്നെയാണ് കേട്ടോ. സിമ്പിൾ വർക്കാണെങ്കിൽ കൂടിയിട്ട് നല്ല അടിപൊളി ഒരു കർട്ടൻ. ഓവർ വർക്കുകളൊന്നും ഇല്ലാതെ ഒരു സെറ്റപ്പോട് കൂടി തന്നെയുള്ള ഒരു കർട്ടനാണ്. പിന്നെ അതേപോലെ നല്ലൊരു സ്റ്റെപ്പ് കണ്ടില്ല. അടിപൊളി സ്റ്റെപ്പ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പോയി തരാം. ഇതിൻ്റെ പണിയെടുത്തത് ഐടോപ്പ് ഇന്ത്യയിൽ വർക്കാട്ടോ. വാവൂര് സലാഹു എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഇതിൽ വെക്കും. അതേപോലെ തന്നെ നമ്മളെ ഈ വീടിൻ്റെ പ്ലാൻ വരച്ച ആൾ, ഈ വീട് നിർമ്മിച്ച ഇതിൻ്റെ കോൺടാക്ടർ നമ്പറും ഇതിൽ ഞാൻ വെക്കാം. ഓക്കെ. അപ്പം ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പം ഇത് അതേപോലെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. നല്ല വിശാലതയുള്ളൊരു റൂമാണ്. 6x6 കട്ടിലാണിത്. അതിട്ടിട്ടും ഇതിൻ്റെ സ്പേസ് കണ്ടില്ലേ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ശരിക്കും അടിപൊളി ഒരു അളമാറാണ് നിങ്ങൾ. ഇനി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അടുത്തത് നല്ല ഒരു ബാത്റൂമാണ്. നല്ല സ്പേസ് ഉണ്ട്. ബാത്റൂമിനൊക്കെ നല്ല സ്പേസ് ഉണ്ടല്ലേ. നല്ല സ്പേസിൽ നല്ല ഒരു ബാത്റൂം. അതിന് നേരെ തൊട്ടടുത്ത് തന്നെയാണ് വാഷ് ബേസ്. ഇത് ഞങ്ങൾ അടിപൊളി വർക്ക്. എന്തായാലും ഇതൊരു കാണാനുള്ളൊരു മൊഞ്ച് വേറെ ലെവലാ.
ഇനി നേരെ കിച്ചണിലോട്ട് നമ്മൾ പോകണം കേട്ടോ. നേരെ കിച്ചണിലോട്ട് ഉണ്ടോ, നേരെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇത് നേരെ ഇങ്ങോട്ട് വലിച്ചാൽ മതി ഉണ്ടെങ്കിൽ ഉണ്ടോ, ഇത് നേരെ ഒരു വലിക്കുക, ഇത് നേരെ ഇങ്ങോട്ട് വലിക്കുക, ഇത് നേരെ ഇങ്ങോട്ട് വലിക്കുക. 4 പേർക്ക് സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ടേബിളാണ്. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. സ്ഥലസൗകര്യം ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കിച്ചണിൽ ചെയ്ത ഇൻറ്റീരിയർ വർക്കോ അത് അടിപൊളിയാണ്, സൂപ്പർ വർക്കാണിത്. നല്ല വൃത്തിയോടുകൂടി തന്നെ അവർ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ. ഓരോ ഐറ്റം നമുക്ക് കാണാം. ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഇൻറ്റീരിയർ വർക്ക് വേറെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ കണ്ടില്ലേ, ഓവൺ കണ്ടില്ലേ, ഓവൺ വെക്കാനുള്ള സ്ഥലമുണ്ട്, കറണ്ട് അടുപ്പുണ്ട്, ഗ്യാസ്. അതേപോലെ തന്നെ ഇവിടെയും ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോ മോഡൽ കർട്ടനാണ്. ഇനി ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വാ, ഇത് ഫുള്ളായിട്ട് ഗ്ലാസ്സാണ്. ഇത് ഗ്ലാസ് വെക്കാനുള്ള ഒരു സ്പേസുള്ള ഒരു സ്ഥലമാണിത്. അതേപോലെ അടുത്തത് ഇത് വേറെ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് വേറെ നല്ല സൗകര്യത്തോടുള്ള ഇൻറ്റീരിയർ വർക്കാണ് ഇവിടെ നടത്തിയട്ടോ. ഇത് വേറെ, ഇതിനുള്ളിലൊക്കെ നല്ല സ്പേസുകളുണ്ട്. ഇതെല്ലാം ഞാൻ തുറന്ന്. അതേപോലെ തന്നെ ഇത് വേറെ ഉണ്ടോ, ഏതാ ഇത് കണ്ടില്ലേ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 സെൻറ്റ്, ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ 4 സെൻറ്റ് സ്ഥലത്താണ് ഇത്രയും സൗകര്യപ്പെട്ട ഒരു വീട് നിർമ്മിച്ചത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. ഇതുണ്ടല്ലേ, അടിപൊളി പ്ലേറ്റൊക്കെ വെക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞാനിതിൻ്റെ പുറം ഭാഗം കാണിച്ചു തരാം, മുകൾ ഭാഗം കാണിച്ചു തരാം. ഇവിടെയൊക്കെ സ്പേസുള്ള സ്ഥലങ്ങളാണ്. അതേപോലെ ഇത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാട്ടത്. ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് ഇതിലങ്ങോട്ട്, അതേപോലെ ഇതിലങ്ങോട്ട്. ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുളിമുറിയും ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സ്റ്റെയർ കേസ് മുകളിലേക്ക് പോണത്. അടിപൊളി ഒരു സ്റ്റെപ്പ് തന്നെയാണിത്. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ വെക്കാനുള്ള സ്ഥലമുണ്ട്, ലൈറ്റ്. ഫ്ലവർ വെക്കണമെങ്കിൽ ഫ്ലവർ വെക്കാം, അല്ലാതെയും വെക്കാം. പിന്നെ അതേപോലെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇൻവേർട്ടർ സെറ്റ് ചെയ്തത് കേട്ടോ. ഇൻവേർട്ടർ ഇതാണ് ഇവിടെ, നല്ലൊരു സ്പേസാണിത്. ഇത് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്, അടിപൊളി കർട്ടൻ തന്നെയാണിത്. ഇനി നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ്. ഇവിടെ നല്ലൊരു വാള്, നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പൊടിയൊന്നും വരില്ല.
ഏതായാലും അടിപൊളി വർക്കുകളാണ് കേട്ടോ. കണ്ടില്ലേ, പുറത്തേക്ക് കാണാനൊക്കെ. ഇത് ഏറ്റവും മുകളിൽ ഡൈനിങ് ഹാള്, അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം, ഇനി ഇവിടെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബെഡ്റൂം, ഇവിടെ ബാത്റൂമുണ്ട്. ഇത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെ ഉണ്ട്. ഇത് വീടിൻ്റെ പുറത്തെ ഭാഗത്തുള്ള ഏരിയയാണിത്. നല്ല സൗകര്യം. വാഷ് സ്പേസ് ഇവിടെയാണ് ഇപ്പോൾ വെച്ചത് കേട്ടോ. ഒരു വാഷ് സ്പേസ്. അത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാ സൗകര്യവുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 4 സെൻറ്റ് സ്ഥലം, വെറും 4 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലങ്ങളിൽ ഭംഗിയായ നല്ല വീടുകൾ നിർമ്മിക്കാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത് 4 സെൻറ്റുകളോ 3 സെൻറ്റുകളോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കി കളയാതെ നല്ല അവനവൻ്റെ നല്ല എഞ്ചിനീയർമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഡിസൈൻ ചെയ്ത നല്ല ഒരു വീട് വെക്കാൻ അവരെ കൊണ്ട് കഴിയും. അപ്പം നല്ലൊരു വീട് വെക്കുക. മുകളിൽ നമ്മൾ നടന്നെല്ലാം വിസിറ്റ് ചെയ്തെല്ലാം കണ്ടിട്ടു. ഇനി മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. നിങ്ങൾ ഈ സ്റ്റെയർ കേസിൻ്റെ അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ഭംഗി തന്നെ. അതായത് ഈ സ്റ്റെപ്പ്, പിന്നെ മരത്തിൻ്റെ സ്റ്റെപ്പും അതേപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ഈ ഗ്രില്ലും നല്ല അടിപൊളി വർക്ക് തന്നെയാണിത്. ഈ വീടിൻ്റെ ഓരോ വർക്കുകൾ ഓരോ പണിക്കാരെടുത്തതും അത് ഭംഗിയോടുകൂടി തന്നെയാണ് ചെയ്തത്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവർ കണ്ടില്ല, നിങ്ങൾ താഴോട്ട് നോക്കുമ്പോഴൊരു പിന്നെ ഭംഗി. ഇത് ഓരോ പണിക്കാരും എടുക്കുന്നത് അത് വൃത്തിയോടുകൂടി സാവധാനം എടുത്തത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം വൃത്തിയാവാനുള്ള കാരണം. ഏത് ഏരിയയിൽ നോക്കുകയാണെങ്കിലും ഈ വീടിൻ്റെ ഓരോ പണിയും നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് താഴോട്ടൊന്നും ഇങ്ങനെ ഇറങ്ങി പോയി നോക്കാം അല്ലേ. അപ്പോൾ 4 സെൻറ്റിലും വീട് വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇതേപോലത്തെ നല്ല വീടുകൾ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ വീട് എങ്ങനെയുണ്ട്? ഉഷാറാ? വീട് എങ്ങനെയുണ്ട്? ഉഷാറാ? വീട് എങ്ങനെയുണ്ട്? വീട് സൂപ്പറാ? അടിപൊളിയാ? എങ്ങനെയുണ്ട്? പിന്നെ ബെഡ്റൂം, ഇതിൻ്റെ അതേപോലെ ഡൈനിങ് ഹാള്, കിച്ചണ് ഒക്കെ സൗകര്യമുള്ള വീടാ തന്നെ? സൂപ്പറാ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ വീട്? എനിക്ക് വീട് ഇഷ്ടപ്പെട്ടോ? എൻ്റെ റൂം ഏതാ? അവിടെയാണ്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഈ സൈഡ് ഭാഗം കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ? ഈ ഭാഗത്തും നല്ല സൗകര്യം തന്നെയാണ്. ഗ്യാസൊക്കെ പുറത്ത് ഗ്രില്ലൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഇതിൻ്റെ അതിര് എടുക്കുന്നത്. നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ? റൂം, ബെഡ്റൂമുകൾ, ഡൈനിങ് ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ, അതേപോലെ അപ്റ്റെയർ, എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ അത് മറക്കരുത്. അങ്ങനെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആട്ടോ ആ വീടിൻ്റെ. അങ്ങനെയുണ്ട്, ഭംഗിയില്ലേ?